ഇപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഫാറ്റി ലിവർ. നമ്മൾ എല്ലാവരും വിചാരിക്കും നിസ്സാരമായ കാര്യമായിരിക്കും. ജസ്റ്റ് ഒരു ടെസ്റ്റ് ഒരു റിപ്പോർട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഫാറ്റി ലിവർ ആ കുഴപ്പമില്ല, ചില ഫുഡുകൾ കൺട്രോൾ ചെയ്താൽ മാത്രം മതി, അങ്ങനെയുള്ള ചിന്തയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഫാറ്റി ലിവർ നമ്മൾ ശരിക്കും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ എന്തുണ്ടാവും? ലിവർ സിറോസിസ് പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് വരുന്നത്. അതായത് പല രീതിയിൽ ഹെൽത്ത് റിസ്ക്. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അതെന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഞാൻ ഡോക്ടർ സരസയ്ക്ക് QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ. അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുക എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഫാറ്റി ലിവർ പോലത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ വെയിറ്റ് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പ് വരുത്തണം. അതായത് ഡയറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കുക, ഫോക്കസ് ചെയ്യുക. എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എന്താണ് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ തന്നെ ഡയറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാവും ഒരുപാട് അങ്ങ് വെയിറ്റ് ലോസ് വരാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ലിവർ ഇൻഫ്ലമേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ഒരിക്കലും നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. പതുക്കെ പതുക്കെ എന്നുള്ള രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നോക്കാം ഡയറ്റിലോട്ടേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. ഒന്നെന്ന് വെച്ചാൽ ഇലക്കറികൾ ധാരാളം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഫ്രൂട്ട്സ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് മോഡറേറ്റ് ലെവലിൽ വേണം ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ആഡ് ചെയ്യുക. അതായത് നട്ട്സ്, സീഡ്സ് ഒക്കെ ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നുള്ള രീതിയിൽ ഗാർലിക് നല്ലതാണ്. അതുപോലെ തന്നെ ഇഞ്ചി, ഇതൊക്കെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ഇനി അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റിഫൈൻഡ് ആയിട്ടുള്ള കാപ്സ് ഒഴിവാക്കുക, പ്രോസസ്ഡ് ആയിട്ടുള്ള റെഡ് മീറ്റ് ഒഴിവാക്കുക, ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ നിങ്ങൾ ഒഴിവാക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. മോർണിംഗ് ഈവനിങ്ങും കറക്റ്റായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിച്ചപാട് നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. ചെറിയ രീതിയിൽ ലൈറ്റ് വാക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് മാത്രമല്ല ഓവർ ഈറ്റിംഗ് ടോട്ടലി അവോയ്ഡ് ചെയ്യുക. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാനേജ് ചെയ്യുക ബ്ലഡ് ഷുഗർ ലെവൽ. അപ്പോൾ മാനേജ് ചെയ്യേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കുറച്ചും കൂടെ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. ഒരു 1 hours ഒക്കെ കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ വെള്ളം കുടിക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന് മുന്നേയും അതുപോലത്തെ കഴിഞ്ഞതിന് ശേഷവും നമ്മൾ അല്പനേരം കഴിഞ്ഞിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ആൽക്കഹോൾ അതുപോലെ തന്നെ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്നവർ ടോട്ടലി അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ബെഡ് കോഫി, ബെഡ് ടീ അതൊക്കെ കുടിക്കുന്നവരാണെങ്കിലും അത് അവോയ്ഡ് ചെയ്യുക. ഷുഗറും ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്ലീപ്പ് പ്രോപ്പറായിട്ട് നോക്കുക, ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് വിശപ്പില്ലായ്മ ഒരു സിംറ്റമാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ്, പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത്. പിന്നെ ചെറിയ രീതിയിൽ റൈറ്റ് ആ സൈഡിൽ ചെറിയൊരു ഡൾ ആയിട്ടുള്ളൊരു പെയിൻ വരുന്നത്. എന്ത് ഫുഡ് കഴിക്കുമ്പോൾ എന്തുണ്ടാവും? ഛർദി പോലത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. പിന്നെയുള്ള ബുദ്ധിമുട്ടാണ് GERD, അതായത് ഗേർഡ് എന്ന് പറയും, ഗാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലക്സ്. അതായത് നമ്മൾ എന്ത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ഹാർട്ട് ബേൺ, നെഞ്ചിരിച്ചിൽ പോലെ, തികട്ടി വരുന്ന പോലെ, ബർപ്പിംഗ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫാറ്റി ലിവർ ക്രമേണ കൂടുന്ന സമയത്ത് ബ്ലഡിലെ ടോക്സിൻസ് കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറാണ് നമ്മളെ ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കൂടുന്ന സമയത്ത്, അതായത് ലിവറിൽ കൊഴുപ്പ് കൂടുന്ന സമയത്ത് എന്തുണ്ടാവും? ഈ ലിവർ കറക്റ്റായിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അത് ലിവറിലെ സെൽസിന് അവരുടേതായ രീതിയിലെ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടാകും? ഈ പറയുന്ന ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാതെ, അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ശരീരത്തിലെ ടോക്സിൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ലിവറിന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വരും. അതായത് വേസ്റ്റ് അവിടെ തന്നെ നിൽക്കും. അതായത് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് സ്റ്റൊമക്കിലൊക്കെ ഇൻഫ്ലമേഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് കറക്റ്റായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഡൈജഷന് പ്രോബ്ലം വരുന്ന സമയത്ത് നെക്സ്റ്റ് പ്രോസസ്സിലോട്ടേക്ക്, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തുണ്ടാവും? നെക്സ്റ്റ് പ്രോസസ്സിലോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ഭക്ഷണം അവിടെ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കും. അപ്പോൾ ഇതുകൊണ്ട് എന്തുണ്ടാവും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗേർഡ് പോലത്തെ ബുദ്ധിമുട്ടുകൾ, ആസിഡ് റിഫ്ലക്സ് പോലത്തെ, നെഞ്ചരിച്ചൽ, അങ്ങനെ പല രീതിയിലുള്ള ബ്ലോട്ടിങ് പോലത്തെ, അങ്ങനെ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ വരും, മലബന്ധം പോലത്തെ ഒക്കെ. അപ്പം ഇത് ഒരു അൺകോമൺ ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് ചോദിച്ചാൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ചെറിയ പെയിനൊക്കെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ വന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് മെഡിക്കേഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഇതൊക്കെ ചെറിയ രീതിയിൽ സയൻസ് സിംറ്റംസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ മസിൽ പെയിൻ, അതായത് കറക്റ്റായിട്ട് മസിൽ കറക്റ്റായിട്ട് ഒരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ മസിൽ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ എനർജീൻ്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ എനർജി കിട്ടുന്ന ഇതിൽ നിന്ന്, ലിവറിൽ നിന്നാണ്. അപ്പോൾ ലിവർ കറക്റ്റായിട്ട് ഫങ്ഷനിങ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? കറക്റ്റായിട്ട് നമുക്ക് എനർജി കിട്ടുകയില്ല.
അപ്പോൾ അവിടെ കറക്റ്റായിട്ട് മസിലിനും എനർജി കിട്ടുകയില്ല. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടാവും, കറക്റ്റായിട്ടുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല ബ്രെയിനിനും അതുപോലെ തന്നെ മസിൽസിനും. കാരണം അവിടെ എനർജി ലോസ് ആയതുകൊണ്ട് തന്നെ മസിൽ മൂവ്മെൻറ്റ്സ് നടക്കില്ല, അവിടെ മസിൽ പെയിൻ ആണ് വരുന്നത്. പിന്നെ ബ്രസ്റ്റ് എൻലാർജ്മെൻ്റ് ആണ്, അതായത് പ്രത്യേകിച്ച് പുരുഷന്മാർ, നമുക്ക് എല്ലാവർക്കും അറിയാം ഒബേസിറ്റി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ മെയിൽസിനൊക്കെ എന്ന് വെച്ചാൽ ഈ കൊഴുപ്പ് കൂടിക്കൂടി, അതായത് ലിവറിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞു കൂടിക്കൂടി എന്തുണ്ടാവും, ഈസ്ട്രജൻ, അതായത് ഫീമെയിൽ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷനും കൂടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കൂടുന്ന സമയത്ത് എന്തുണ്ടാക്കും, ഈ പറയുന്ന ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് ഉണ്ടാവും ചെറിയ രീതിയിൽ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കുടവയറ്. കുടവയർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ, അത് ഷോൾഡറിന് ഈ ഒരു ഭാഗമൊക്കെ ഒരു സ്ലിം എന്ന രീതിയിലായിരിക്കും. വയറ് മാത്രം പൊട്ട് ബെല്ലി എന്ന് പറയും, വയറ് മാത്രം ടയർ പോലെ തന്നെ ഇങ്ങനെ വീർത്ത് കിടക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതൊരു ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമാണ്. പിന്നെ ഒരു അൺകോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് മഞ്ഞപ്പിത്തം, ജോണ്ടീസ് എന്ന് പറയും. അത് നമ്മൾ കണ്ണിലും ശരീരത്തിലൊക്കെ യെല്ലോയിഷ് ആയിട്ടുള്ള കളറ് കാണുന്നത്. അതെന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിലോട്ടേക്ക് കൊഴുപ്പ് കൂടിക്കൂടി ഒരു എക്സ്ട്രാ പ്രഷർ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത്, അങ്ങനെ കൂടുന്ന സമയത്ത് ബയലിലോട്ടേക്ക് എന്തുണ്ടാവും, ബ്ലഡും കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്താണ് ഈ ഒരു മഞ്ഞപ്പിത്തം പോലത്തെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് കാണുന്ന സമയത്ത് ബിലിറുബിൻ്റെ ലെവൽ കൂടിയിട്ടായിരിക്കും നിങ്ങൾ കാണുക. പിന്നെ എന്ന് വെച്ചാൽ പെഡലെഡിയം, അതായത് നീർക്കെട്ട് വരിക, പ്രത്യേകിച്ച് ഈ നീസിൻ്റെ ഒക്കെ അടിയിലൊക്കെ ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ പോലത്തെ ഒക്കെ കാണുക. ഇത് ഫാറ്റി ലിവറിലൊക്കെ കാണുന്ന സിംറ്റംസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഒരു സൈൻസ് ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ, അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ലിവർ എൻസൈംസ് ആയിട്ടുള്ള ALT AST നോക്കുക, അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ഇൻസുലിനും കൂടെ നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വയറിൻ്റെ ഒക്കെ സ്കാനിങ് ചെയ്യുകയാണെങ്കിൽ USG അബ്ഡോമൻ അത് 6 to 12 monthsലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നോക്കണം. അപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഭക്ഷണ കാര്യത്തിലൊക്കെ നിങ്ങൾ നിയന്ത്രണം വെക്കുക, ഓവർ ഈറ്റിംഗ് മാക്സിമം ഒഴിവാക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ നോക്കുക. ഈ സിംറ്റംസ് ഒക്കെ നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത്രത്തോളം റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലാതെ ഒരുപാട് ഇതൊന്നും മൈൻഡ് ആക്കാതെ അങ്ങോളം പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ എല്ലാ കാര്യത്തിലും നിങ്ങളൊരു ശ്രദ്ധ വേണം. അപ്പം ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒത്തിരി മെഡിക്കേഷൻസ് ഒക്കെ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴേക്കാവുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ സരസ KQ&B ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ.